ബ്രസ്റ്റ് റിഡക്ഷൻ ഒരു കോസ്മെറ്റിക് സർജറി ആയിട്ടാണ് പലരും കാണുന്നത്. എന്നാൽ നമുക്ക് അതിന് കോസ്മെറ്റിക്കിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്. ഒരുപാട് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് ബ്രസ്റ്റിൻ്റെ കൂടുതൽ ഡെവലപ്മെൻറ്റ് ആകുകയാണുള്ളത്. അത് യൂഷ്വലി പ്രഗ്നൻസിയുടെ സമയത്താണ് അത് വലിപ്പം കൂടുന്നത്. പല സ്ത്രീകളും അതുമായിട്ട് അങ്ങനെ മുമ്പോട്ട് പോകണം. പക്ഷേ ഇവർ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ബ്രസ്റ്റിൻ്റെ വെയിറ്റ് കൊണ്ട് പലപ്പോഴും അവർക്ക് ബാക്ക് പെയിൻ ഉണ്ടാകുക, ബ്രാസ് സ്ട്രാപ്പ് കൊണ്ട് പ്രഷർ വന്നിട്ട് പ്രോബ്ലംസ് ഉണ്ടാകുക. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ അറ്റ്ലീസ്റ്റ് ആൾക്കാർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന പല ആൾക്കാരും കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. ഇതുപോലുള്ള പ്രോബ്ലംസിനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ബ്രസ്റ്റ് റിഡക്ഷൻ സർജറിക്ക് വേണ്ടി നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഇതുകൂടാതെ നമുക്ക് ഇപ്പോൾ മോഡലിംഗ് പോലുള്ള ആൾക്കാർ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് കറക്റ്റ് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ടും ബ്രസ്റ്റിൻ്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. നല്ലൊരു ശതമാനം ആൾക്കാരും ഇതുകൊണ്ടുള്ള ഫിസിക്കൽ പ്രോബ്ലംസ് കൊണ്ടാണ് ഈ ബ്രസ്റ്റ് റിഡക്ഷൻ വേണ്ടിയിട്ട് വരുന്നത്. ഇത് പ്രായമായ സ്ത്രീകൾക്കും ഉണ്ട്, പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ് കോമൺ എന്ന് പറഞ്ഞു. പക്ഷേ അതേപോലെ തന്നെ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഒരു 16-17 വയസ്സ് തൊട്ട് ഹ്യൂജ് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന പെൺകുട്ടികളുണ്ട്. വിജിനൽ ഹൈപ്പർട്രോഫി എന്നാണ് പറയുന്നത്. അവർക്ക് ഈ ഫിസിക്കൽ പ്രോബ്ലം അല്ലാതെ തന്നെ അവർക്കൊരു കോൺഫിഡൻസിൻ്റെ പ്രോബ്ലം, ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്, ഇതെല്ലാം കൊണ്ട് നമ്മളെടുത്ത് വരാറുണ്ട്. ബ്രസ്റ്റ് റിഡക്ഷൻ എന്നുള്ള സർജറിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ബ്രസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ സൈസിൻ്റെ ഇത് കൂടാതെ നിപ്പിളിൻ്റെ പൊസിഷൻ ഒരുപാട് താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ ഈ സർജറിയിൽ ചെയ്യുന്നത് ബ്രസ്റ്റ് നമ്മൾ ടിഷ്യൂ നീക്കം ചെയ്യുന്നു, നിപ്പിളിനെ തിരിച്ച് മുകളിലേക്ക് അതിൻ്റെ നോർമൽ പൊസിഷനിലേക്ക് നീക്കി വയ്ക്കുന്നു. ഈ രണ്ട് കമ്പോണൻ്റാണ് ബ്രസ്റ്റ് റിഡക്ഷൻ സർജറിക്ക് ഉള്ളത്. ഇതിന് ശേഷം ഒരു 2 വീക്സോളം നമുക്ക് ഇതിൻ്റെ ഒരു ഹീലിംഗ് പ്രോസസ്സ് ടൈം എടുക്കും. അതിനുശേഷം നമുക്ക് നോർമൽ ആക്ടിവിറ്റീസിലേക്ക് പോകാം. ഡേ 1 തൊട്ടേ നോർമൽ കാര്യങ്ങൾ ചെയ്യാം. റെസ്ട്രിക്ഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഒരു സിമ്പിൾ പ്രൊസീജിയറാണ്. ജനറൽ അനസ്തേഷ്യയിലാണ് യൂഷ്വലി ചെയ്യുന്നത്. ഒരു 3 to 4 hours നമുക്ക് ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ആൻഡ് പ്രൊസീജിയർ ദാറ്റ് യു ചൂസ് ഇതിന് ടൈം എടുക്കാം.